പുരുഷന്മാർ വീണു പോവുകയാണ്. കേട്ടപ്പോ ഞാനൊന്ന് വിറച്ചു. വീണു പോകുന്ന പലരെയും നമ്മൾ അറിയുന്നില്ല. 1-2 സെലിബ്രിറ്റി കേസുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വ്യാജ പരാതികളിൽ പെട്ട്, വീട്ടുകാർ കൊടുത്ത കള്ള പരാതികളിൽ പെട്ട് കിടക്കുന്ന, വർഷങ്ങൾ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു പുരുഷ കമ്മീഷൻ വേണം. ഇവറ്റകളെ കൊണ്ട് തോറ്റു എന്ത് പറഞ്ഞാലും കൂട്ടിന് കണ്ണീരൊഴുകും. അത് സ്ത്രീകൾക്കെതിരല്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ഇത് സാറിനും കൂടെ തരാൻ. ഇത് പുരുഷ കമ്മീഷൻ ബില്ലാണ്. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ്. ബിൽ നമ്പർ 246 നമ്മുടെ നിയമസഭയിൽ 11 മാസമായി ഇരിക്കുന്നതാണ്. അപ്പൊ സാറിന് വന്ന കാര്യത്തിലൊന്നും അല്ല ശ്രദ്ധ. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണ്. എൽദോസ് കുന്നപ്പള്ളിയാണ് പ്രൈവറ്റ് മെമ്പർ ബിൽ. എന്റെ കോൺസെപ്റ്റ് പേപ്പർ ഒക്കെ ഞാൻ നമ്മുടെ ടീമാ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 3 എണ്ണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളമാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഇപ്പൊ രാജ്യസഭയിൽ ഡോക്ടർ അശോക് കുമാർ മിത്തൽ ആപ്പിന്റെ MP ഇത് അവതരിപ്പിച്ചു. ഒന്നും കൂടി ആലോചിച്ചിട്ട് നമ്മളും കൊണ്ടുവരണം. ഇതൊരു പോസിറ്റീവ് ലെജിസ്ലേഷൻ ആണ്. കാര്യം ആണുങ്ങൾക്കും സപ്പോർട്ട് വേണം. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ഒരേപോലെ തന്നെ വേണം. ഒന്ന് പോടാ അവിടുന്ന്. സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, സ്ത്രീകൾക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. കാര്യം നൂറ്റാണ്ടുകളുടെ ഒരു ചലഞ്ച് അതിനകത്തുണ്ട്. അങ്ങനെ ശീലായി പോയി. പക്ഷെ അതോടൊപ്പം പുരുഷന്റെ വിഷയവും അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. മതിയായിരുന്നു. പുരുഷന്മാർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു പുരുഷ കമ്മീഷൻ വരുന്നത്. നീ ഇത് കാര്യമായിട്ട് പറയാണോ? ഇത് വല്ല തമാശ പറയാൻ പറ്റിയ വിഷയ? ഇന്നല്ലെങ്കിൽ നാളെ ആ പാതയിലേക്ക് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. സാറടക്കമുള്ള കേരളത്തിലെ ഏറ്റവും ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അത് ചർച്ചയ്ക്ക് എടുക്കുന്നത് തന്നെ അത്തരം ഒരു ആശയത്തിന്റെ പ്രസക്തിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. നീ ഒന്നും പണയണ്ട.